സ്നേഹവന്ദനം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതില് 3 തരം മനുഷ്യരുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. അതിലെ ഒന്നാമത്തെ മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ്, രണ്ടാമത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്, മൂന്നാമത്തെ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട മനുഷ്യനാണ്. ഇതില് ആദം മാത്രമാണ് നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ. നിർമ്മിക്കപ്പെട്ട മനുഷ്യനായ ആദത്തിന്റെ ഏക ബ്ലഡിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ട ദൈവം ഉണ്ടാക്കിയത്. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആദത്തിന്റെ ഏക ബ്ലഡിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി തീരണം. അപ്പോഴാണ് അവൻ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തീരുന്നത്. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ജഡിക മനുഷ്യരാണ്. ജഡിക മനുഷ്യരായി നാം ആത്മീയ മനുഷ്യരായി തീരണം. ആത്മീയ മനുഷ്യനായി തീരുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ഒരുത്തൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനായി തീരുന്നത്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ്. ഇവിടെ നമ്മൾ ഇനി നോക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തീരുന്നത്. അവൻ ആദമിന്റെ ഏക ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ്. ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുന്നത് എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22, 23, 24 വാക്യം പഠിച്ചു കഴിഞ്ഞാൽ അതില് ആ വാക്യം എങ്ങനെയാണ്: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് നമ്മൾ ജഡിക മനുഷ്യരായിരുന്നപ്പോൾ മോഹങ്ങള് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ആ മോഹം നമ്മെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നാം ദൈവത്തിൽ നിന്ന് ജനിച്ച് പുതിയ മനുഷ്യനായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ദൈവം നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തില് വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ വചനം ദൈവമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ദൈവവചനത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചപ്പോൾ നമ്മൾ ജഡിക മനുഷ്യരായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യരായി തീരുന്നത്. അങ്ങനെ അതാണ് യേശു പഠിപ്പിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്: ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചതോ ആത്മാവാകുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മീയതയിൽ നിന്ന് ജനിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 21, 22, 23, 24 വാക്യം പഠിപ്പിക്കുന്നത് നമ്മുടെ ജഡിക മനുഷ്യരായിരുന്നപ്പോൾ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് ജഡിക മനുഷ്യരായിരുന്നപ്പോൾ പലവിധ ജഡിക മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ മോഹങ്ങളിൽ പെട്ട് ജഡിക മനുഷ്യരായിട്ടാണ് ജീവിച്ചത്. എന്നാൽ ദൈവത്തിന്റെ ആത്മീയത നമ്മുടെ ഹൃദയത്തിൽ നൽകി കഴിഞ്ഞപ്പോൾ, അതാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായി തീരുവാനുള്ള ആത്മീയതയാണ്. ഈ ആത്മീയത സ്വീകരിച്ചാണ് നാം ദൈവത്തിന്റെ പുത്രനായി തീരുന്നത്. യേശു ഇങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ചാണ് യേശു ദൈവപുത്രനായി തീർന്നത്. അങ്ങനെ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ പുത്രന്മാരായി തീരണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരായി തീരുവാൻ ദൈവത്തിന്റെ ആത്മീയത നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മുടെ ഹൃദയത്തില് ദൈവത്തിന്റെ ആത്മീയത ദൈവം അയച്ചു. അത് കഴിഞ്ഞിട്ട് വചനം ഇവിടെ പഠിപ്പിക്കുകയാണ്:
നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ആത്മീയത നമ്മൾ മനസ്സിലാക്കി ആ ആത്മീയത അനുസരിച്ച് നമ്മളൊരു പുതിയ മനുഷ്യനായി തീർന്ന് അപ്പൊ നമുക്കറിയാം അതിന്റെ അടുത്ത വാക്യം പഠിപ്പിക്കുകയാണ്, 24-ാം വാക്യം പഠിപ്പിക്കുകയാണ്, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തിന്റെ ആത്മീയത നൽകി. ഈ ആത്മീയത ഇവിടെ വചനം പഠിപ്പിക്കുന്ന സത്യത്തിന്റെ ഫലമായ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മീയത അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യവചനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ ഈ ആത്മീയത നമ്മുടെ ഹൃദയത്തിൽ നൽകി. അത് ദൈവത്തിന്റെ സത്യവചനമാണ്. ഈ സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നീതിയും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മൾ അത് ഗ്രഹിച്ചതാണ്. ദൈവത്തിന്റെ നീതിമാനായി തീരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം പഠിച്ചതാണ്. വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാവുന്നു. അങ്ങനെ നമ്മളിൽ ന്യായപ്രമാണം അവസാനിച്ച് നമ്മൾ ദൈവത്തിന്റെ സത്യവചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആ സത്യത്തിന്റെ ഫലമായ അല്ലെങ്കിൽ ആ വചനത്തിന്റെ ഫലമായിട്ട് നമ്മൾ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധിയും മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന്റെ നീതിമാന്മാരായി, നമ്മളെ ദൈവത്തിന്റെ വിശുദ്ധന്മാരായി തീരുമ്പോൾ ദൈവം നമ്മളെ ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധിയും ഒരു മനുഷ്യനിൽ വന്നു കഴിയുമ്പോൾ ദൈവം അവനെ ദൈവത്തിന്റെ അതേ രൂപത്തിൽ സൃഷ്ടിക്കുന്നു എന്നാണ് ബൈബിൾ അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ലോകം ഇത് ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തീരുവാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും പാത ഞെരുക്കമുള്ളതും എത്രേ, ആ വഴി കണ്ടെത്തുന്നവരോ ചുരുക്കം എത്രേ. അപ്പൊ ഈ വഴി ഏതാണെന്നാണ് ലോകത്തിന് ഗ്രഹിക്കുവാൻ കഴിയാത്തത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ച് അങ്ങനെ ആ ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധിയും നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ ദൈവം നമ്മളെ ദൈവാനുരൂപനായി സൃഷ്ടിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ രക്ഷാനായകനായ യേശുക്രിസ്തു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായി തീർന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയായി തീർന്ന ആദ്യത്തെ വ്യക്തിയാണ് യേശുക്രിസ്തു. നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് നാമും ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിന്റെ അതിന്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആൻഡ് ദാറ്റ് യു പുട്ട് ഓൺ ന്യൂ മാൻ which after God is created in righteousness and true holiness. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആ സത്യത്തിലും ദൈവത്തിന്റെ വിശുദ്ധിയിലും നമ്മളെ പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ നമ്മളങ്ങനെ ദൈവത്തിന്റെ ഈ സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും മനസ്സിലാക്കി അങ്ങനെ ദൈവത്തിന്റെ നീതിമാനായി ദൈവത്തിന്റെ വിശുദ്ധനായി തീർന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെ ദൈവാനുരൂപനായി സൃഷ്ടിക്കുന്നു എന്നാണ് വചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പഠിക്കുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നവനാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷനാകുമ്പോൾ, അപ്പൊ എങ്ങനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷനാകുന്നത്? ദൈവത്തെ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോഴാണ് നാം തിരിച്ചറിയുന്നത് നാം ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് സദൃശന്മാരായി തീരുന്നു എന്ന് ഈ സത്യവചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവം നമുക്ക് ഈ നമ്മുടെ ആന്തരികമായ നേത്രത്തെ തുറന്ന്
ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് നാം ദൈവത്തോട് സദൃശന്മാരാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു കഴിയുമ്പോൾ നാം ദൈവാനുരൂപരായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഈ സത്യവചനം നമുക്ക് വെളിപ്പെടുമ്പോഴാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. വീണ്ടും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ശരിയാവണ്ണം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ആദമിന്റെ വംശപാരമ്പര്യം പറഞ്ഞിട്ടുണ്ട്. ആദമിന്റെ വംശപാരമ്പര്യമാമിത്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവരെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും, അതിന്റെ 2-ാം വാക്യം പഠിപ്പിക്കുകയാണ്, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഈ വാചനം വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചതാണ് ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. എന്നാൽ ഈ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, ആദമിന്റെ വംശപാരമ്പര്യമാമിത്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവരെ ഉണ്ടാക്കി. അപ്പൊ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് അവരെ ഉണ്ടാക്കിയത്, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനില് ആണും പെണ്ണുമായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. നമ്മൾ ആ വചനം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും സൃഷ്ടിച്ച നാളിൽ അവരെ സൃഷ്ടിച്ചപ്പോൾ ആദമിന്റെ വംശപാരമ്പര്യമാവുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ആണും പെണ്ണുമായി ഉണ്ടാക്കി, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. അപ്പൊ ആണും പെണ്ണുമായിട്ട് അവരെ ഉണ്ടാക്കി, ഇനി സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. അതെങ്ങനെ ശരിയാവും? സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരില്ലേ? അപ്പൊ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്നും ഹവ്വ എന്ന് പേരിട്ടു എന്നല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ വചനം എഴുതിയിരിക്കുന്നത് സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ ഇത് ഭാവിയിൽ നടക്കേണ്ട ഒരു പ്രവചനം ആണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആദമിൽ സംഭവിച്ച ഒരു കാര്യമല്ല, ഇത് ഭാവിയിൽ വരും തലമുറയിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം ദൈവം വചനത്തിലൂടെ പ്രവചിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. അപ്പൊ ആണും പെണ്ണുമായി അവരുണ്ടാക്കി. അപ്പൊ ആണും പെണ്ണും ആരാണ്? അപ്പൊ ഈ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനില് ആണും പെണ്ണും ഉണ്ടെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആണും പെണ്ണും ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മള് പഠിച്ചതാണ്. പെണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇതിനു മുമ്പ് കുറെ വീഡിയോ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്, ഏക പുരുഷൻ ക്രിസ്തുവാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഏക പുരുഷനായ ക്രിസ്തുവായിട്ട് നിർമ്മല വധുവായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പം ഏക പുരുഷൻ ക്രിസ്തുവാണ്. വധു നിർമ്മലനായി തീർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആണും പെണ്ണും എന്ന് വെച്ചാൽ ക്രിസ്തുവിനെയും നമ്മുടെ ജഡിക മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. ജഡിക മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിച്ച് ആത്മീയ മനുഷ്യനായി തീർന്നു. അവനാണ് പെണ്ണ്, അല്ലെങ്കിൽ ഇവിടെ പെണ്ണായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏകപുരുഷൻ ക്രിസ്തുവാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മീയ മനുഷ്യനായ ക്രിസ്തുവും നമ്മുടെ പുറമെയുള്ള ജഡിക മനുഷ്യൻ ഇപ്പോൾ ആത്മീയ മനുഷ്യനായി തീർന്നു. ആത്മീയ മനുഷ്യനായി തീർന്ന നമ്മുടെ പുറമെയുള്ള മനുഷ്യനും ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനായ ക്രിസ്തുവുമായി ഏക ശരീരമായി തീരുന്നതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ പുറമെയുള്ള ഒരു മനുഷ്യനുണ്ട്, അത് നമ്മുടെ ജഡിക മനുഷ്യനാണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ വിവാഹം ചെയ്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തു ഇരിക്കുന്നത്. അതാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അത് നമ്മള് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനായ ക്രിസ്തുവും നമ്മുടെ പുറമെയുള്ള ഈ ജഡിക മനുഷ്യൻ ഈ സമയത്ത് അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ച് ആത്മീയ മനുഷ്യനായി തീർന്നു. അപ്പൊ ഈ ആത്മീയ മനുഷ്യനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയ മനുഷ്യനായ ക്രിസ്തുവുമായി ഏക ശരീരമായി തീരുന്നു. ഇതാണ് പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞാൽ.
അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മള് അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനിൽ ഇതുപോലെ ജഡിക മനുഷ്യനുമുണ്ട്, ആത്മീയ മനുഷ്യനുമുണ്ട്. അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്, ഭൗതികതയും ആത്മീയതയും ഉണ്ട്. ഈ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി തീരുന്നു. അങ്ങനെ ആത്മീയ മനുഷ്യൻ നിർമ്മല വധുവാണ്. ആ നിർമ്മല വധുവായി തീർന്ന ആത്മീയ മനുഷ്യൻ, നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനായ ക്രിസ്തുവിനെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴാണ് അവർ ക്രിസ്തുവിൽ ഏക ശരീരമായി തീരുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് പുതിയ സൃഷ്ടിയായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ അതിന്റെ ഈ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മള് ആദമിന്റെ വംശപാരമ്പര്യം പഠിക്കുമ്പോൾ അവിടെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്നും ഹവ്വ എന്നും പേരിട്ടു എന്നല്ല വരേണ്ടത്. പക്ഷെ ബൈബിളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. ഇനി ആദം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. അപ്പൊ ആദം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മകൻ എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം പഠിപ്പിക്കുന്നത് സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത്? ആദം ദൈവത്തിന്റെ മകനാണ്. അപ്പൊ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മകൻ എന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. അപ്പൊ നമ്മള് ഈ ലോകം പഠിപ്പിക്കുന്നത് പോലെയല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. ലോകം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഏക പുത്രൻ യേശുവാണെന്നാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഏകപുത്രൻ ക്രിസ്തുവാണ്. ആരൊക്കെയാണോ ക്രിസ്തുവിനെ വിവാഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്, അവരെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരായി തീരുന്നു എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിച്ചത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് ലോകം പഠിപ്പിക്കും പോലെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം ഇതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിന് ലോകം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഏകപുത്രൻ യേശുവാണെന്നാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഏകപുത്രൻ ക്രിസ്തുവാണ്. ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ ഹൃദയത്തില്, ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ കണ്ടെത്തി ആരെല്ലാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ച നാളിൽ ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദമെന്ന് പേരിടുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരൊക്കെയാണോ ഈ ക്രിസ്തുവിനെ കണ്ടെത്തി പുതിയ സൃഷ്ടിയായി തീരുന്നത് അവരെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ, അല്ലെങ്കിൽ ദൈവം എന്റെ മകൻ എന്നാണ് അവനെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് നാം ഈ ബൈബിളിൽ നിന്ന് തിരിച്ചറിയേണ്ടത്. ഇതാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോ ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്തി അവൻ ക്രിസ്തുവിലായി അല്ലെങ്കിൽ ക്രിസ്തുവുമായി ഏക ശരീരമായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. അവന് കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവന്റെ ജഡിക മനുഷ്യനെല്ലാം പോയി, അവന്റെ ജഡികത പോയി, അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ്. ദൈവത്തിന്റെ അതേ സ്ഥാനത്തിലാണ് അവനെ കണക്കാക്കിയിരിക്കുന്നത്. നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ പുത്രനോട് ദൈവം പറയാണ്, പുത്രനെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ്. അപ്പൊ നമുക്ക് വളരെ അത്ഭുതം തോന്നും, അങ്ങനെ ദൈവം വിളിക്കോ? അപ്പൊ പുത്രനായി തീർന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവുമായി ഏക ശരീരമായി തീർന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ്. അപ്പൊ അങ്ങനെ ദൈവമേ എന്ന് അവനെ വിളിക്കുവാനുള്ള കാരണം അവൻ നീതിയെ ഇഷ്ടപ്പെടുകയും അനീതിയെ അല്ലെങ്കിൽ ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ അതുകൊണ്ട് ദൈവം അവനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ്
വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷം ഹൃദയത്തിൽ ലഭിക്കണമെങ്കിൽ, യഥാർത്ഥ ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഹൃദയത്തിൽ ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണമെന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവുമായി ഏകശരീരമായി തീർന്ന് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവമേ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ അതേ തുല്യ സ്ഥാനത്താണ് ദൈവം അവനെ കണക്കാക്കിയിരിക്കുന്നത്. അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ വീണ്ടും നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പിടിച്ചു കഴിഞ്ഞാൽ, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിന്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ഹാവ് പുട്ട് ഓൺ ദി ന്യൂ മാൻ വിച്ച് ഈസ് റിന്യൂവ്ഡ് ഇൻ നോളജ് ആഫ്റ്റർ ദി ഇമേജ് ഓഫ് ഹിം ദാറ്റ് ക്രിയേറ്റഡ് ഹിം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നമ്മൾ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞു, ആ അറിവിലാണ് ദൈവം അവനെ ദൈവത്തിന്റെ പ്രതിമയായിട്ട് സൃഷ്ടിക്കുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പൊ ദൈവത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പ്രതിമയായിട്ടാണ് ദൈവം ഭൂമിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ നമുക്ക് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവരിലൂടെ നമുക്ക് ദൈവത്തെ കാണാം. കാരണം അവര് പഠിപ്പിക്കുന്നതും ദൈവത്തെ കുറിച്ച് തന്നെയായിരിക്കും. അതാണ് യേശു പറഞ്ഞത്, പിതാവിനെ വെളിപ്പെടുത്തി പുത്രനാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും സകലവും അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പുത്രനാണ്. പുത്രനായി തീരാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ തിരിച്ചറിയുവാനോ ദൈവത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനോ കഴിയില്ലെന്നാണ് വചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നാം ഈ വചനങ്ങളിൽ നിന്നെല്ലാം നാം ഗ്രഹിക്കേണ്ടത്, നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ദൈവം എല്ലാ മനുഷ്യരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും. അവരെല്ലാവരും സത്യദൈവത്തെ കണ്ടെത്തി ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണമെന്നാണ് ഈ വചനം എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ബൈബിളിന്റെ ആകെ തുക, ബൈബിളിലൂടെ നൽകുന്ന സന്ദേശം, നാം ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിയായി, നാം ഓരോരുത്തരും ക്രിസ്തുവായി തീരണമെന്നാണ്. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ പുതിയ സൃഷ്ടിയായി തീർന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ പ്രതിമയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നാം ഈ വചനം എല്ലാം പഠിച്ചത് നമ്മള് ആദ്യം പഠിച്ചത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. നമ്മളിവിടെ ഈ ഉൽപ്പത്തി പുസ്തകം പഠിച്ചത് യേശു ദൈവരൂപത്തിൽ ഇരിക്കെ എന്നുള്ള ആ വചനം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചത്. അപ്പൊ ഈ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ദൈവം 3 തരം ആളുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ്, രണ്ടാമത്തത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്, മൂന്നാമത്തത് നിർമ്മിക്കപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ അത് മെയ്ക്ഡ് മാൻ ആണ്. ഈ മെയ്ക്ഡ് മാൻ ദൈവത്തിന്റെ ക്രിയേറ്റഡ് മാൻ ആയി തീരണം. ദി മെയ്ക്ഡ് മാൻ ഷുഡ് ബിക്കം എ ക്രിയേറ്റഡ് മാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സൃഷ്ടിയായി നമ്മൾ തീരണം. ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ആദത്തിന്റെ ഏക ബ്ലഡിൽ ഉണ്ടാക്കപ്പെട്ടവരാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വചനങ്ങളിൽ നിന്നെല്ലാം നാം ഗ്രഹിക്കേണ്ടത്, യേശു ദൈവമാണെന്നല്ല, യേശു ദൈവമല്ല, പക്ഷെ യേശു ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അല്ലാണ്ട് യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണ്. യേശു ഒരിക്കലും ദൈവമല്ല. ദൈവമായിട്ട് യേശു ഒരു സ്ഥലത്തും ബൈബിളിൽ പറഞ്ഞിട്ടുമില്ല. ബൈബിളിൽ ഒരു സ്ഥലത്തും യേശുവിനെ ദൈവമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥമായിട്ട് വചനം പഠിച്ചു കഴിഞ്ഞാൽ, യേശു ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്. അങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാം. ആദിജാതന്മാരുടെ സഭയാണിത്. യഥാർത്ഥ സഭ, ദൈവത്തിന്റെ യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ആദിജാതന്മാരുടെ സഭയാണ്. ആദിജാതന്മാരുടെ സഭ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്നവരാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് ഏകജാതനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് ആദിജാതന്മാരായിത്തീരാം.
അപ്പൊ ആദിജാതന്മാരുടെ സഭയിലെ ആദ്യത്തെ അംഗമാണ് യേശുക്രിസ്തു. നമ്മൾ ഓരോരുത്തരും, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ആദിജാതന്മാരുടെ സഭയിലാണ് നമുക്ക് അംഗത്വം നേടേണ്ടത്. അങ്ങനെ ആദിജാതന്മാരുടെ സഭയിൽ അംഗത്വം നേടിയവരാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവര്. സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന പേരിക്ക് സ്വർഗത്തില് ദൈവത്തിന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരെല്ലാവരും ആദിജാതന്മാരുടെ സഭയിലെ അംഗങ്ങളാണ്. അപ്പൊ നാം ഈ ഭൂമിയിൽ ശ്രമിക്കേണ്ടത് ആദിജാതന്മാരുടെ സഭയിൽ അംഗത്വം എടുക്കാനാണ്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ആദത്തിന്റെ ഏക ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ്. ഈ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരായ നാം ദൈവത്തിൽ നിന്ന് ജനിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിയായി തീരണം. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർക്കാണ് ദൈവരാജ്യ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ദൈവരാജ്യ മർമ്മങ്ങളെല്ലാം വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രമേ ക്രിസ്തുവിനെയും ദൈവത്തെയും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്കെല്ലാവർക്കും ഈ സത്യസുവിശേഷം ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ വചനങ്ങളെല്ലാം നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി അതിന്റെ ആന്തരികർത്ഥം ഗ്രഹിച്ച് നമുക്കും ദൈവത്തിന്റെ ആദിജാതന്മാരായി തീരാം. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ ആദിജാതന്മാരായി തീരുവാൻ പരിശ്രമിക്കാം. അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുകയും ആ പുതിയ സൃഷ്ടിയിലേക്ക് ദൈവം എല്ലാവരെയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.